ഹായ് ഫ്രണ്ട്സ്, പ്രസീസ് കിച്ചൺ വേൾഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ചില്ലി ഗോപിയാണ് ഉണ്ടാക്കുന്നത്. അതിനു മുൻപായി നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കുകയും വേണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ചില്ലി ഗോബി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഏകദേശം 1 കിലോയോളം കോളിഫ്ലവറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയും കലർത്തിയ വെള്ളത്തിൽ ഒരു 15 മിനിറ്റോളം മുക്കി വെച്ച് വീണ്ടും 2-3 തവണ കൂടി കഴുകി വെള്ളം മാറ്റി എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലാ വെജിറ്റബിൾസും ഇങ്ങനെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കലർത്തിയ വെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ. കോളിഫ്ലവറിൽ പുഴുവുണ്ടാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നല്ലതുപോലെ ശ്രദ്ധിച്ച് കഴുകിയെടുക്കുക. കോളിഫ്ലവർ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇനി ഇത് തിളപ്പിക്കുന്നതിന് വേണ്ടി ഗ്യാസിൽ വെക്കാം. കോളിഫ്ലവർ നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട്. ഇപ്പോഴിത് ഒരു 1/4 വേവ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലെ വെള്ളമെല്ലാം മാറ്റിയെടുക്കണം. വെള്ളമില്ലാതെ നമുക്ക് മാറ്റിയെടുക്കാം. കോളിഫ്ലവർ വെള്ളം മാറ്റി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. അതിനുവേണ്ടി 200 ഗ്രാം കോൺഫ്ലോർ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അര ടേബിൾ സ്പൂൺ ഗരം മസാല പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടീസ്പൂൺ, കാൽ ടീസ്പൂൺ പെരുംജീരകപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കുക. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഒരുപാട് ലൂസാകരുത്, കുറച്ച് തിക്കായിരുന്നോട്ടെ. തരിയൊന്നുമില്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മാറ്റി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി തിളച്ചതിന് ശേഷം ഫ്ലെയിം കുറച്ച് വയ്ക്കാം. അതിനുശേഷം കോളിഫ്ലവർ ഓരോന്നായി എടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുമിച്ചിടരുത് കേട്ടോ.
ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്യണം. കളറ് മാറി വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഒട്ടലില്ലാതെ നല്ലതുപോലെ മുറുകി വരുമ്പോൾ നമുക്കിതെടുത്ത് മാറ്റാവുന്നതാണ്. നമ്മുടെ കോളിഫ്ലവർ ഇവിടെ നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ച എണ്ണയിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ഗ്രാമ്പൂ, 1 കഷ്ണം കറുവാപ്പട്ട ചെറുതായി മുറിച്ചത് എന്നിവ ചേർത്ത് കൊടുക്കാം. ഒരു വലിയുള്ളി മുറിച്ചത് ചേർത്ത് കൊടുക്കണം. ഉള്ളി ഓരോ ഇതളുകളായി അടർത്തിയെടുത്ത് സ്ക്വയർ ഷേപ്പിലോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ മുറിച്ചെടുത്താൽ നന്നായിരിക്കും. ഇനി ഇതിലേക്ക് ഒരു പകുതി ക്യാപ്സിക്കം മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് ഒന്ന് വഴന്നു വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ പോലും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഒരു പിഞ്ച് ഉലുവാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ചില്ലി ഗോബി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.